ഇതാണ് എളമരം കരീം എടുക്കുന്ന നിലപാട്. അഡ്വക്കേറ്റ് എസ് മിനി ചേരുന്നു ഈ സമര സംഘടനയിൽ നിന്നും. അഡ്വക്കേറ്റ് എസ് മിനി, നിങ്ങളൊരു ഈർക്കൽ സംഘടനയാണ്, അത് അദ്ദേഹത്തിൻ്റെ ആക്ഷേപമാണ്. അതിനപ്പുറം സമരത്തിന് മുമ്പ് ഈ കോർഡിനേഷൻ കമ്മിറ്റിയുമായി ആലോചിച്ചില്ല, പ്രത്യേകിച്ച് CATU പോലെ ആ കോർഡിനേഷൻ കമ്മിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുമായിട്ടൊന്നും ഒരു കൂടിയാലോചനയും ഇല്ലാതെയാണ് നിങ്ങൾ ഇറങ്ങിയത്. ഇങ്ങനെ രണ്ട് ആരോപണങ്ങളുണ്ട്. അതൊരു ഞാനൊരു അഡ്വക്കേറ്റ് അല്ല, ഞാൻ ഈ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. രണ്ടാമത്തെ കാര്യം, ഈ എന്ന് മുതലാണ് ഇങ്ങനെ കൂടിയാലോചിച്ചിട്ട് ഓരോ ആളുകൾ സമരം ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ ഉണ്ടായത് എനിക്കറിയില്ല. കേരളത്തിലെ ആശാവർക്കർമാർക്ക് 3 മാസമായിട്ട് കൂലി പോലും ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് എങ്ങനെ അറിയാതെ പോയി? ചെയ്ത ജോലിക്ക് കൂലി കൊടുക്കണ്ടേ? അത് അദ്ദേഹത്തിന് എങ്ങനെ അറിയാതെ പോയെന്നും എനിക്കറിയില്ല. അപ്പോൾ സമരങ്ങളൊക്കെ അന്യായമാണെന്നും അതിനകത്ത് പങ്കെടുക്കുന്ന ആളുകൾ മോശക്കാരാണെന്നൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നു. ഇത് എവിടെ നിന്നാണ് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത്? വളരെ ശ്രദ്ധാപൂർവ്വം കേരളത്തിന്റെ പൊതുസമൂഹം ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾക്ക് ഈ 17 ദിവസമായിട്ടും കൂലിയുടെ കുടിശ്ശിക പോലും കൊടുക്കാൻ പറ്റാത്ത ആളുകൾ എന്തുതരം പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ എന്തുതരം അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തുന്നത്? മിനി, ഈ വിഷയത്തിൽ ഈ കോർഡിനേഷൻ കമ്മിറ്റി സമരത്തിന് മുമ്പ് ഒരു യോഗം ചേർന്നിരുന്നോ? കോർഡിനേഷൻ കമ്മിറ്റി ഒന്നും ഒരു യോഗവും ചേർന്നില്ല. മന്ത്രി ബജറ്റിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത പ്രീ ബജറ്റ് ചർച്ചയിൽ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ലിഖിത രൂപത്തിൽ നിവേദനം അവിടെ കൊടുത്തുകൊണ്ട് ആശാവർക്കർമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളും അതിന് ഡിമാൻഡും അവിടെ മന്ത്രിക്ക് നേരിട്ട് കൊടുത്തു. ഞാൻ ചോദിച്ചത് ഈ നിങ്ങൾ ഒരു ആശാവർക്കർമാരുടെ സംഘടനകൾക്ക് ഒരു ഏകീകൃത സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവം നിങ്ങൾ ഈ സംഘടന എല്ലാവരും കൂടി ഒന്നിച്ച് ഈ വിഷയം സർക്കാരിന് മുന്നിൽ ഉന്നയിക്കണം, അതല്ലെങ്കിൽ സമരം, അങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നു? ഇല്ല, ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഓരോ സംഘടനകളും അവരൊരു വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുകയും ഭരിക്കുമ്പോൾ മിണ്ടാതിരിക്കുകയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതികരിക്കുകയാണല്ലോ പൊതുരീതി. അതിനപ്പുറത്തേക്ക് ഇതിലൊരു കോർഡിനേഷനൊന്നും ഇവിടെ സംസ്ഥാനത്തില്ല. കേരളത്തിൽ അങ്ങനെ ആശാവർക്കർമാരുടെ സംഘടനയുടെ ഒരു കോർഡിനേഷനും നിലവിൽ പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ 9 വർഷമായി ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. 13 വർഷമായി ഞങ്ങൾ ഈ സംഘടന രജിസ്റ്റർ ചെയ്തിട്ട് ഇന്നേ വരെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല, ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല, ഒരു ചർച്ച ഉണ്ടായിട്ടില്ല, ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇപ്പം നിങ്ങളുടെ സംഘടനയ്ക്ക് അപ്പുറമുള്ള വലിയൊരു പങ്കാളിത്തമാണോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇത് 26,000 സംതിങ് വരുന്ന മുഴുവൻ ആശമാരുടെയും ആഗ്രഹവും അവരുടെ അഭിപ്രായമാണ് ഇവിടെ പ്രതിഫലിച്ചിരിക്കുന്നത്. ഈ സമയത്ത് പോലും ഈ ചർച്ച നടക്കുമ്പോൾ പോലും കുടിശ്ശിക തീർത്തു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ജോലി ചെയ്ത കൂലി കൊടുക്കണ്ടേ? 232 രൂപയ്ക്ക് പണിയെടുക്കുന്ന ആളുകൾക്ക് അവൻ എന്തെങ്കിലും കൊടുത്താൽ മതിയോ? 232 രൂപ പോലും, അതും വെട്ടിക്കുറച്ച് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ട്. അപ്പൊ കൂലി ചോദിക്കുമ്പോൾ അതൊക്കെ അനാവശ്യ സമരം. നിങ്ങൾ പണിയെടുത്തോളൂ, 24 മണിക്കൂർ പണിയെടുത്തോളൂ, നിങ്ങൾക്ക് കൂലി തരില്ല. ഇത് നിങ്ങൾ സമരം ചെയ്താൽ നിങ്ങളെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ വേറെ ആളുകളെ എടുക്കും, എന്നിട്ട് അവർക്കും കൂലി കൊടുക്കില്ല, അവരെയും പറ്റിക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു അപഹാസ്യമാവുന്നത്? അതുകൊണ്ട് ഇത് തികച്ചും അപഹാസ്യമായ വളരെ മോശപ്പെട്ട പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് സമൂഹം ആദരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ഈ സമര വിരുദ്ധരായി സ്വയം ഇങ്ങനെ എക്സ്പോസ്ഡ് ആവരുത്. അതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ ഈ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന മനുഷ്യരായി നിലനിൽക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. കൂടുതൽ നിങ്ങൾ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ. പിന്നെ ഇതിനെയൊന്നും നമ്മളുടെ സംഘടന ഭയപ്പെടുന്നില്ല. കാരണം ഇത് വേതനമില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ സമരമാണിത്. ഇതിനെ അങ്ങനെ തകർക്കാൻ പറ്റില്ല. പട്ടിണിക്ക് അപ്പുറത്തേക്ക് ഇനി ഒന്നും വരാനില്ല. ദാരിദ്ര്യത്തിന് പട്ടിണിക്കും അപ്പുറത്തേക്ക് ഇവിടെ ഒരു ആറ്റം ബോംബിനും ഒന്നും ചെയ്യാനില്ല. അതാണ് പ്രധാനം. എന്തായാലും വളരെ നന്ദി സഹകരിച്ചു. എന്തായാലും